ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ അഭിനയിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ കൂടെ ശിവകാശി. എന്നോട് പറഞ്ഞ് നന്നായി ചെയ്തിട്ടുണ്ട്, ഇതൊരു വലിയ ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് എൻ്റെ കൂടെയാണ് പെർഫോമൻസ്. അപ്പോൾ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല കരിയർ ഇവിടെ ആവും. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്തൊന്നും ആരും കല്യാണം കഴിച്ച് പോകത്തില്ല, കുറച്ച് നാളിവിടെയൊക്കെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഹീലിംഗ് എന്നുള്ള പരിപാടി എങ്ങനെയോ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു. USA UK അവിടുത്തെ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഒരു ഭാഗമാണ് ഡാൻസ് മൂവ്മെന്റ് തെറപ്പി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. കുഞ്ഞുനാൾ തൊട്ട് കുട്ടികളെ കണ്ടീഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിനക്ക് നാളെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ നിനക്ക് വേണ്ടി നിൽക്കുക, എന്താണ് ശരി എന്താണ് തെറ്റ്, എനിക്ക് റെസ്പെക്റ്റ് കിട്ടാത്ത ഒരു സ്ഥലത്ത് നിന്ന് എണീറ്റ് നടക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് മോളെ നിനക്ക് എന്നും നിന്റെ കയറി വരാൻ നിനക്കൊരു വീടുണ്ട് ഇവിടെ, കം ബാക്ക്, ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയാനുള്ള ധൈര്യം ഓരോ അച്ഛനമ്മമാർ കാണിക്കണം. വൈ ആം ഐ വർക്കിംഗ് എവറി ഡേ? എല്ലാ ദിവസവും ഞാൻ ഒരേ ജോലി ചെയ്യുന്നു, എനിക്കൊരു കോംപ്ലിമെന്റ് ഇല്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല, എൻ്റെ മക്കൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, എൻ്റെ ഓഫ് ദി ഡേ എനിക്ക് ഒന്നുമില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന സ്ത്രീക്ക് എങ്ങനെ ഭ്രാന്ത് വരാണ്ടിരിക്കും? കുട്ടികൾ കണ്ടു വളരണം. അച്ഛനമ്മമാർ സന്തോഷമായിട്ട് സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അത് ദിസ് ഇസ് നൈസ് എന്ന് പറയുന്നത് മക്കൾ കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ പോയി ഭാവിയിൽ അത് ചെയ്യുള്ളൂ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ആക്ടറാണ്, ഒരു ഡാൻസറാണ്, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻഷ ആൻഡ് ഐ ഹാവ് വിത്ത് മീ കൃഷ്ണ സജിത്ത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു ഓക്കെ, അപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്, ഖത്തറിലായിരുന്നു കുറേ നാള്. താങ്കളുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കാണുന്നത്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേനും കാണുന്നത് ആക്ടർ, അതുപോലെ തന്നെ ഡാൻസർ ആൻഡ് എ മോം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മാതൃത്വം അല്ലെങ്കിൽ മദർഹുഡ് ഒരുപാട് എംബ്രേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ടെൽ മീ അബൌട്ട് യുവർ മദർഹുഡ്. അതിന് മുന്നേയും ശേഷമുള്ള കൃഷ്ണ, എന്താണ് ഡിഫറൻസ്? മദർഹുഡ്, ഐ ഹാവ് ടു സേ ദാറ്റ് നമ്മളൊരു അമ്മയായി കഴിയുമ്പോൾ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ലൈഫിൽ ഓക്കെ മൈ ട്രഷർ, ദിസ് ഇസ് സംതിങ് ഐ ക്യാൻ ബി ഓൾവേസ് പ്രൗഡ് ഓഫ് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എൻ്റെ മക്കളുടെ കാര്യങ്ങളാണ്. ബിക്കോസ് ഒരു അമ്മയായ ശേഷം ഇറ്റ്സ് നോട്ട് ലൈക്ക് ബിഫോർ. നമുക്കെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഓക്കെ മക്കളുണ്ട്, അവരുടെ കാര്യം എന്ന് ചിന്തിച്ച ശേഷമേ നമുക്ക് മറ്റെന്ത് ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് എ ബിഗ് ഡിഫറൻസ്. ഇപ്പോൾ ഒരു മൂവി വന്നാൽ കൂടിയും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ കാര്യമാണ്. ഇപ്പം അവരെ വിട്ടിട്ട് ഖത്തറിലൊക്കെ ആയപ്പോൾ അവിടെ വിട്ടിട്ട് കുട്ടികളെ വിട്ടിട്ട് വന്ന് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു ഗ്രോയിങ് ഏജിൽ അവർക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം വേണം. ഒരിക്കലും മെയ്ഡ് ആവരുത് അവരെ നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് അവർക്ക് പോയി മെയ്ഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. ഇത് ഭയങ്കര നിർബന്ധമുള്ളൊരു അമ്മയാണ് ഞാൻ. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയും ഓക്കെ നിനക്ക് വേണമെങ്കിൽ പോയി ചെയ്താൽ. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കും, ആദ്യം മോളുടെ കാര്യമായിരുന്നു, മോളൊന്ന് സ്റ്റേബിളായിട്ട് പോവാം എന്നുള്ളത്. അപ്പോഴേക്കും മോനും കൂടിയായി. ഇപ്പോൾ എന്ന് വെച്ചാൽ മോൻ ഞാനായിട്ട് ഭയങ്കര ക്ലിങ്ങിയാണ്, അവൻ അമ്മയില്ലാണ്ട് ഒന്നും പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ മോനും കൂടെ ഒരു പരുവാവാണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മക്കൾ തന്നെയാണ് എനിക്ക് ഏറ്റവും അവരുടെ ലൈഫ് നോക്കിയിട്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. പേഴ്സണലി ഇപ്പോൾ സംസാരിക്കുവാണെന്നുണ്ടെങ്കിൽ മക്കൾ വന്നതിന് ശേഷം താങ്കളിലെ സ്ത്രീക്ക് എന്തൊക്കെയാണ് ഡിഫറൻസ് വന്നിരിക്കുക? ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. കാരണം നേരത്തെ വിവാഹത്തിന് മുമ്പെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓക്കെ ഡാഡി മമ്മിയും കൂടെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ല, ഒരു സ്ത്രീക്ക് ചിന്തിക്കാനുള്ളൊരു കാര്യം ഓക്കെ മക്കളുടെ കാര്യങ്ങൾ മാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ മോൾ ഷീസ് ഇൻ ടു ടീനേജ്. അപ്പോൾ ആ ഒരു ടീനേജറും കൂടെ ആവുന്ന സമയത്ത് ഐ എം ഓൾവേസ് അവെയർ ഓഫ് വാട്ട് എവർ ഐ ടോക്ക്, വാട്ട് എവർ ഐ തിങ്ക്, വാട്ട് എവർ ഐ ഡു, എവറിഥിങ് ഷുഡ് ബി എന്താ പറയുക, എൻ്റെ മോള് എന്നെ കണ്ടു വളരുന്ന ഒരു പ്രായത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവൾക്കൊരു മോഡലായിട്ടായിരിക്കണം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആസ് എ സ്ത്രീ വളരെ വലിയ ഡിഫറൻസ് ആണത്. നമ്മൾ എനിക്ക് തോന്നുന്നു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയത്താണ് കുറച്ചൊന്ന് ഡിസപ്പിയർ ആവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആക്റ്റീവ് അല്ല, ഐ മീൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ആക്റ്റീവ് അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡാൻസ് സ്കൂളും ഒക്കെ ആയിട്ട് ബിസിയാണ്, ഇപ്പോൾ ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ആ ഒരു കരിയർ ടൈമിൽ, അതായത് പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ അഭിനയിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ കൂടെ ശിവകാശി, പിന്നെ SJ സൂര്യയുടെ കൂടെ ഒക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഹൗ വാസ് യുവർ ആക്ടിങ് കരിയർ? എത്ര നാളുണ്ടായിരുന്നു? ഞാൻ ഒരു 8th വെക്കേഷൻ ടൈമിലാണ് ഫസ്റ്റ് ടൈം ഞാൻ അഭിനയിക്കുന്നത്. കുഞ്ഞു കുട്ടിയായിരുന്നു. ബിക്കോസ് ഡാഡി പോലീസിലെ DYSP ആയിരുന്നു. അപ്പോൾ ഡാഡിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കണക്ഷൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും സ്കൂളിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം ഡാൻസ്, ഡ്രാമ എന്ന് വേണ്ട എല്ലാ പരിപാടിക്കും വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് വന്നതാണ് മൂവി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ടീച്ചർ തന്നെയാണ് ഫസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ മൂവിയിലേക്ക് വന്നു. ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു ഫാസിൽ സാറിൻ്റെ കയ്യെത്തും ദൂരത്താണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയ ഒരു ഷാനുവിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒരു ഫഹദിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാലേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ബാലേട്ടൻ ചെയ്തപ്പോൾ അത് അതെല്ലാരും നോട്ടീസ് ഭയങ്കര ചെയ്തൊരു അതെ ക്യാരക്ടറായിരുന്നു അതെ ഇന്നും ബാലേട്ടൻ എല്ലാവരും ഇപ്പം ഞാൻ ഇത്രയും വർഷമായി സിനിമ ചെയ്യുന്നില്ല, എന്നാലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അയ്യോ ബാലേട്ടനിലെ അനിയത്തി അതെ കുട്ടി, അതെ അത് ആൾക്കാർക്ക് അറിയാം. പിന്നെ ശിവകാശിയിലെ വിജയുടെ അനിയത്തി, അതൊക്കെ ആൾക്കാർ പെട്ടെന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കോയിൻസിഡൻസ് ആണ്. ഞാൻ ഒരിക്കലും ഒന്നും ചൂസ് ചെയ്ത് പോയതല്ല, എല്ലാം ഇങ്ങനെ വന്നതാണ്. ഓക്കെ ഇന്ന മൂവി എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഓഫ് കോഴ്സ് എനിക്ക് ഉറപ്പാണ് ഓഫേഴ്സ് വന്നിട്ടുണ്ടാവും. വന്നിട്ട് അപ്പൊ ഓഫേഴ്സ് വന്നിട്ട് റിജക്ട് ചെയ്ത ആ മൂവി ഭയങ്കര ഹിറ്റിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ ചെറിയ വിഷമം ഉണ്ടാവാറില്ലേ? എനിക്ക് വിശാലിന്റെ മൂവി ആയിരുന്നു ഉടനെ വന്നത്. ആ മൂവിയുടെ പേര് തമിഴില് തമിഴില്. അത് പിന്നെ ഐ ഹാഡ് ടു റിജക്ട്. ഐ ടൂൾ ദം ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ്, അപ്പോൾ എനിക്കിപ്പോൾ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ജെനുവിൻലി എനിക്കത് ചെയ്യേണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. ഓക്കെ ഞാൻ ഈ സിനിമയിൽ നിന്നൊരു ബ്രേക്ക് പേർപ്പസ്ലി എടുത്തതാണ്. എനിക്കൊരു ഓക്കെ കുറച്ചാൾ എനിക്കൊരു ഇത് അതെ ഇതെല്ലാം വിട്ടിട്ട് എനിക്കൊരു ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തന്നെ പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ മൂവി വന്നപ്പോൾ ഞാനത് ഇല്ല, ആ ഒരു റീസൺ പറഞ്ഞു, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നോരോന്ന് വരുമ്പോഴും ഞാൻ അങ്ങനെ പറയായിരുന്നു ഇപ്പം ചെയ്യാൻ ജെനുവിൻലി താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഉടനെ ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരിതായിരുന്നു. പിന്നെ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഫുള്ളായി ഡാൻസിലായി. കുട്ടികളെ പഠിപ്പിക്കുക, ക്ലാസ് പ്രോഗ്രാംസ്, അങ്ങനെ മൊത്തത്തിൽ അതിനകത്തായി. പിന്നെ വരുന്ന ഓഫേഴ്സൊക്കെ അപ്പോഴും മോള് കുഞ്ഞായിരുന്നു. അപ്പം മോളൊന്നും ആകാണ്ട് എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മെയ്ഡിനെ ഏൽപ്പിച്ചിട്ട് വരുന്നൊരു പരിപാടി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അതായിരുന്നു കാര്യം. അപ്പം മോളൊന്ന് ആയി കഴിഞ്ഞിട്ടൊക്കെ ഒരു പ്രോജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാം സെറ്റായപ്പോഴേക്കാണ് അടുത്ത മോന്. അപ്പം അങ്ങനെയും കൂടി ആയപ്പോൾ പിന്നെ ഞാൻ ഓർത്തൊക്കെ മേ ബി ചിലപ്പോൾ എൻ്റെ സമയം ആയി ഇപ്പോൾ ചിലപ്പോൾ സിനിമയിലേക്ക് വരാനുള്ള ടൈമായി കാണത്തില്ല. ഇനിയിപ്പം മോൻ്റെ കാര്യമാണ്. എനിക്കതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ മക്കള് പറയില്ലേ അമ്മ എന്തെങ്കിലും പോയി ട്രൈ അങ്ങനെ ഒരു മോള് പറയാറുണ്ട്. അമ്മ എൻ്റെ ടീച്ചേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പിന്നെ അഭിനയിക്കാത്ത. അമ്മയോട് പറയൂ, വീണ്ടും അഭിനയിക്കാൻ പറയുന്ന ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ പറയും മക്കളെ ടീച്ചേഴ്സിനോട് പറയും അമ്മയ്ക്കും ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്, അമ്മയ്ക്ക് ഫാമിലിയുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മേ ബി ചെയ്യുമായിരിക്കും അമ്മ, ബട്ട് പിന്നെ എപ്പോഴെങ്കിലും നാട്ടിൽ വെക്കേഷനുള്ള സമയത്താണെങ്കിൽ പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ കുട്ടികളുടെ വെക്കേഷൻ സമയത്ത് ഷൂട്ട് വെക്കുമോ നമുക്ക് ഒരിക്കലും പറ്റില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പം ഇൻ ദ ഫ്യൂച്ചർ എപ്പോഴെങ്കിലും നോക്കാം. നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അത് ഇനി അറിയില്ല, ഇനി അങ്ങോട്ടും. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ സിനിമയ്ക്ക് പറ്റിയ ഒരാളായിരുന്നോ എന്ന് എനിക്ക് പിന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഓക്കെ ആയിരുന്നു ചെയ്യാനൊക്കെ. ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ പ്രയോറിറ്റീസ് ഹാസ് ചേഞ്ച്ഡ്. അപ്പം എന്ന് വെച്ചാൽ അത് ഐ മീൻ ടു ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി. സോ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി ഒരു വലിയ കോഴ്സാണ്. അപ്പം ഞാനിപ്പോൾ അത് എടുത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു ഐ ഹാഡ് ടു ഗോ ത്രൂ ലിറ്റിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ മൈ ലൈഫ്. അത് ഒരുപാട് സ്ത്രീകൾ കടന്നു പോകുന്നതാണ്, എൻ്റെ ലൈഫിലൊരു പുതുമയൊന്നും അല്ല. അപ്പം എനിക്കും ഐ ഹാഡ് ദിസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു സാധനം വന്നു. അതിനുശേഷം ഞാൻ ഒരുപാട് എന്താ പറയുന്നത് ഈ ഒരു ഹീലിങ്ങിൻ്റെ കുറേ ജേർണികളിൽ. അപ്പം ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ മോനും എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, ഓക്കെ യു ഗോ ആൻഡ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ നിനക്ക് എന്താ പ്രാണിക് ഹീലിംഗ് എന്നൊരു കാര്യം കേട്ടു. അപ്പം എന്നോട് പറഞ്ഞു അത് പോയി ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ദേവിശേഷി എന്ന് പറഞ്ഞിട്ട് പാരിപ്പള്ളിയിലുള്ള ദേവിശേഷി അടുത്ത് പോയിട്ട് ഈ പ്രാണിക് ഹീലിങ്ങിനെ പറ്റി പഠിക്കുന്നതും. അതിലാണ് ഈ ചക്ര ഹീലിങ്, നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ കാം ഡൗൺ ചെയ്യുന്നൊരു പരിപാടി, പിന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പം എനിക്കത് വളരെ ഹീലിങ്ങും നല്ലതുമായിരുന്നു. അതിനുശേഷം എനിക്ക് ഹീലിംഗ് എന്നുള്ള പരിപാടി എങ്ങനെയോ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു. പിന്നെ ചേച്ചി ഷീസ് എ മെൻറ്റർ. അപ്പം പുള്ളിക്കാരി എന്നോട് ഷീസ് മൈ മെൻറ്റർ. അപ്പം പുള്ളിക്കാരിയോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ ഫോർ സം റീസൺ എനിക്ക് തോന്നുന്നത് നീ ഒരു ആർട്ടിസ്റ്റ് ഡാൻസർ എന്നതിലൊക്കെ നീ ഒരു ഹീലറാണ്, നിനക്കൊരു ഹീലർ ആവാനാണ് നിൻ്റെ യോഗം, നീ അങ്ങനെ ജനിച്ച ഒരാളാണ്. അതും കൂടി എവിടെയോ ഇങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ, കാരണം എനിക്ക് എവിടെയോ ഇന്നർ കോളിംഗ് ഉണ്ട് ഭയങ്കരമായിട്ട്. ആ ഒരു ഹീലിംഗ് ജേർണിയിലേക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത് ഹീലിംഗ് ജേർണി എനിക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേറ്റീവ് ആയിരുന്നു ഫോർ മൈസെൽഫ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ മുന്നിൽ ഡാൻസിൽ കുട്ടികൾ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പേരൻസ് വന്നിട്ട് പറയും മാം വീട്ടിൽ ഭയങ്കര ക്രാങ്കിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, അവർക്ക് ബെറ്റർ ആവാൻ തുടങ്ങി. പിന്നെ പേരൻസ് വന്നിട്ട് എന്നോട് പറയും മാമിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മുദ്ര ഹീലിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാം ഒന്ന് പറഞ്ഞു തരും. അപ്പം അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, അവർക്ക് ബെറ്റർ ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയില്ല, ആൾക്കാർ പറയുന്നു മാം പറയുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് ഹീലാവുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ദർ ഇസ്
ഒരു ഹീലർ ഉണ്ട്, എവിടെയോ എൻ്റെ ഉള്ളിലൊരു ഹീലർ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഈ ആകാശിക് റെക്കോർഡ്സ് പിന്നെ എന്ന് വേണ്ട ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹീലിംഗ് മൊഡാലിറ്റി ഇല്ല. എല്ലാം ഒരുവിധപ്പെട്ട എല്ലാം ഞാൻ പഠിച്ചു. ഇത്ര ശക്തി ഹീലിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പണ്ട് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നൊരു സംഭവത്തെ പറ്റിയിട്ട് ഞാനിങ്ങനെ കേൾക്കുന്നത് ത്രിപുര കശ്യപ് മാം. അപ്പോൾ ഞാൻ വെച്ചാൽ ഡാൻസർ, മേ ബി ഐ ഷുഡ് നോ ദാറ്റ് ഓൾസോ അന്ന് വിചാരിച്ചിട്ടാണ്. മ്യൂസിക് തെറാപ്പിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ ഡാൻസ് തെറാപ്പി അധികം അങ്ങോട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ഇത് വളരെ പ്രചാരത്തിലുള്ളൊരു കാര്യമാണ് US-ലൊക്കെ. US UK-ലൊക്കെ അവിടുത്തെ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഒരു ഭാഗമാണ് ഡാൻസ് മൂവ്മെന്റ് തെറപ്പി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു ലെറ്റ്സ് ടേക്ക് എ വിമൻസ് ലൈഫ്, ഒരു ഫേസസ് എടുക്കാം, നമുക്ക് സ്റ്റേജസ് എടുക്കാം. ഓക്കെ, അത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം എ മാൻസ് ലൈഫ്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു പുരുഷൻ ജീവിക്കുന്നത് ഒരു അയാളുടെ ഏജിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളല്ലാണ്ട് ഒരുപാട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് അല്ലെങ്കിൽ ഒരു ഫേസസ് അല്ലെങ്കിൽ സ്റ്റേജസിലൂടെ പോകുന്നില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരു പെൺകുട്ടിയുടെ ഒരു ലൈഫ് എടുക്കുമ്പോൾ അവൾ ടീനേജ് കഴിഞ്ഞൊരു അഡോളസെന്റിൽ വരുമ്പോൾ ഫിസിയോളജിക്കലിയും മെന്റലിയും ഒക്കെ വരുന്ന ഒരു ചേഞ്ചസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ലവർ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേജ് എടുക്കുമ്പോൾ അവിടെ ആൾക്ക് വേറൊരു സ്റ്റേജാണ്, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഫിസിയോളജി അല്ലെങ്കിൽ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്. പിന്നെ മാരേജ് കഴിയുമ്പോൾ അത് വേറെയാണ്. പിന്നെ ഒരു മദർഹുഡിലോട്ട് പോകുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് അല്ലെങ്കിൽ ഒരു സ്റ്റേജസ് ഓഫ് ലൈഫിലൂടെ പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക മൂഡ് സ്വിങ്സ് അല്ലെ, ഫിസിയോളജിക്കലി ഉള്ള ചേഞ്ചസ്, മെന്റലി ഉണ്ടാവുന്ന ചേഞ്ചസ്, ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ സംസാരിച്ച് തുടങ്ങിയത് ഈ ഇടയ്ക്കാണ് അല്ലെ, ഈ അടുത്താണ്. മുന്നേ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മുടെ ഒക്കെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാരാണ്. നമ്മള് ചിലപ്പോൾ പറയും എന്താ അമ്മയ്ക്ക് ഇപ്പൊ ഇന്ന് ദേഷ്യം, അല്ലെങ്കിൽ പണ്ട് ഇത്രയും ദേഷ്യം ഇല്ലായിരുന്നല്ലോ. ചിലപ്പോൾ അച്ഛൻ പോലും പറയുന്നത്, ചില വീട്ടിലെ അച്ഛന്മാര് പോലും പറയും പണ്ട് നിനക്ക് ഇത്രയും ദേഷ്യം ഉണ്ടെന്ന്, ഈയിടെ ആയിട്ട് നിനക്ക് ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ. പക്ഷെ അവരുടെ ശരിക്കുമുള്ള ഇഷ്യൂസ് എന്താണെന്നുള്ളത് ആരും അത് അഡ്രസ് ചെയ്തിരുന്നില്ല, അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. സോ ഹൗ ഡു യു സീ ദിസ്? ഇത് ആക്ച്വലി ഈ ഒരു ഫേസസ് അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ഈ സ്റ്റേജസിനൊക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ദർ ഇസ് എ സൂപ്പർ ശക്തി ഇൻ എവറി വുമൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകള് അബലയാന്ന് ആരാ ഇത് എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾ അബലകളൊന്നും അല്ല. അതെ, ഒന്നുമല്ല. സ്ത്രീകളുടെ പവർ ആരും ഒന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. സ്ത്രീകളുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ഓക്കെ, അത് അവളൊരു ശക്തി തന്നെയാണ്. എന്തിനേയും നേരിടാൻ അവൾക്ക് കഴിവുണ്ട്. ഒരു സ്ത്രീയുടെ അവള് ഫിനിക്സ് ബേർഡിനോട്ട് എണീറ്റ് വരും. എന്ത് പ്രശ്നങ്ങൾക്കപ്പുറവും അവൾക്ക് പറ്റും. ഒരു പുരുഷന് ചിലപ്പോൾ പറ്റത്തില്ല. അവർ ചിലപ്പോൾ ഒരു വലിയ പ്രശ്നങ്ങൾക്കപ്പുറം അവർ ചിലപ്പോൾ കിടന്ന് പോകുന്നിടത്ത് ഒരു സ്ത്രീ അടുത്ത ദിവസം എണീറ്റിങ്ങനെ നിൽക്കും പവറായിട്ട്. ആ ഒരു പവർ അവരുടെ ഉള്ളിലുള്ളതാണ്. ദാറ്റ്സ് വൈ സ്ത്രീ ശക്തിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇത് പല സ്ത്രീകൾക്ക് അറിയാത്തതാണ് പ്രശ്നം. പല സ്ത്രീകൾക്കും ഇന്ന് എല്ലാവർക്കും അവർക്ക് എന്താ പറയുന്നത്, മറ്റൊരാൾ വന്ന് ഓക്കെ നിനക്ക് ഇന്ന കഴിവുകളുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഓക്കെ ഞാൻ ഇന്ന ഓക്കെ ആണോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് പലരും അങ്ങനെയല്ല. നമ്മുടെ വേർത്ത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേറൊരാളുടെ വാലിഡേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് തിരിച്ചറിയാം. എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ വിജയം അല്ലേ. എനിക്കിന്ന് രാത്രി കിടക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഇന്ന പരാജയങ്ങൾ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, നാളെ തൊട്ട് എനിക്ക് എങ്ങനെ ഒരു മാറ്റം വരുത്താം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു സ്ത്രീക്ക് മാറ്റം ഉണ്ടാവുക. അപ്പോൾ എന്നും കരഞ്ഞുകൊണ്ടിരിക്കാൻ ഓക്കെ എന്നതാണ് എൻ്റെ ലൈഫിലൊക്കെ എൻ്റെ മേ ബി ഫോർ എക്സാമ്പിൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര അബ്യൂസീവാണ്. ഓക്കെ, എനിക്ക് ഈ ലൈഫിൽ നിന്നൊരു മുന്നോട്ടൊരു കയറ്റം ഇല്ല, ഞാനിവിടെ അവസാനിക്കേണ്ടവളാണ് എന്ന് ചിന്തിച്ച് അവിടെ കിടക്കുന്ന ആൾ അവിടെ കിടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ദ മൊമെന്റ് ഷീ വേക്സ് അപ്പ് ഫോർ ഹെർ സെൽഫ് ആൻഡ് ഫോർ ഹെർ ഫ്യൂച്ചർ, അവിടെയാണ് അവൾക്ക് മാറ്റം വരുള്ളൂ അല്ലെ. ആ കഴിവ് അവൾക്കുണ്ട്. ആ കഴിവ് അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിന്ന് എന്താ പറയുന്നത്, അതിന് വേണ്ട ആ ഒരു മൊമെൻ്റ് ആണ്. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എണീക്കും, ഞാൻ ഈ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള പാർട്ട്ണറിൽ നിന്നും ഞാൻ എൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കടക്കുമെന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെൻറ്റ് അത് ഓരോ സ്ത്രീയും അവൾ സ്വയം ചെയ്താലേ പറ്റും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആ തിരിച്ചറിവ് ഒരുപക്ഷെ ആ തിരിച്ചറിവിൽ നിന്ന് ആ സ്ത്രീ ഒരുപാട് മാറ്റി നിർത്തുന്നത് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് വലിയൊരു പങ്കില്ലേ? സോഷ്യൽ കണ്ടീഷനിങ്ങിന് പങ്കുണ്ട്. സൊസൈറ്റി അങ്ങനെ ചിന്തിക്കില്ലേ, സൊസൈറ്റി ഇങ്ങനെ പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി നിന്ന് എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ ചിന്തിക്കുന്ന സമയത്ത് അവൾ സൂസൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാലോ അപ്പോൾ സൊസൈറ്റി പറയില്ലേ? അപ്പോഴും സൊസൈറ്റി എന്താ പറയുക, ഓക്കെ അവൾ എന്തോ പ്രശ്നമൊക്കെ ഒപ്പിച്ചിട്ട് അവൾക്ക് അങ്ങനെ ഇതിനും ഭേദമല്ലേ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ സൊസൈറ്റിക്ക്
സൊസൈറ്റിക്ക് 2 ഭാഗമുണ്ട്, എല്ലാത്തിനും 2 ഭാഗമുണ്ട് അല്ലേ? അപ്പോൾ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പറയുന്നതിന് അതിന് പകരം നീ മരിച്ചാലും അത് തന്നെ പറയും, എന്തെങ്കിലും മോശം തന്നെ പറയുന്ന ആൾ. അതിന് പകരം ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കുക അല്ലേ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ലൈഫിൽ പല ഫേസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഓരോ ഘട്ടത്തിലും അവൾക്ക് അവളെ തിരിച്ചറിയാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻറ്റിങ് ഒരു വലിയ ഘടകമാണ്. നമ്മൾ വളർന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് അച്ഛനമ്മമാർ മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് എത്ര വീട്ടുകാരത് രണ്ടുപേരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പെൺകുട്ടികൾ കുറച്ച് കൂടുതൽ നമുക്ക് അവൾക്കൊരു കണ്ടീഷനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരിക്കലും ഫെമിനിസം ആവല്ല ഞാനിവിടെ പറയുന്നത്, ഒരിക്കലും അങ്ങനെയല്ല, ഫെമിനിസ്റ്റ് ആവാനല്ല ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ വെച്ചാൽ പേരൻസ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, മോളെ ഒരു ഘട്ടം വരുന്നത് നിൻ്റെ ലൈഫിൽ നിനക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഓക്കെ, നീ നിനക്ക് വേണ്ടി എണീറ്റ് നിൽക്കുക, നീ നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്ന് പറയുന്നൊരു സാധനം, അത് പേരൻസ് അത് കുഞ്ഞുനാളിൽ തൊട്ട് ഇവൾ കേട്ട് വളരേണ്ട ഒരു കാര്യമാണ്. ഓൾ ഓഫ് എ സഡൻ ഒരാൾ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തലയിൽ കയറില്ല. കുഞ്ഞുനാൾ തൊട്ട് കുട്ടികളെ കണ്ടീഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിനക്ക് നാളെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ നിനക്ക് വേണ്ടി നിൽക്കുക, നീ നിനക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ഫോർ യുവർ സെൽഫ് എന്നുള്ള ഒരു കാര്യം അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ കുഞ്ഞുനാൾ തൊട്ട് ഇത് കേൾക്കുന്ന കുട്ടിക്ക് മാത്രമേ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പേരൻസിന് എന്നോട് ഒരു വലിയ ജോലിയുണ്ട്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് ടീനേജിൻ്റെ പല ഘട്ടങ്ങളിലും പല പ്രശ്നങ്ങളും വരുമ്പോൾ, ഇന്നിപ്പോൾ എൻ്റെ മോള് ഷീ ഈസ് വെരി കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ഹെർ സെൽഫ്. അവളുടെ ടീച്ചർ, അവളുടെ സൈക്കോളജി ടീച്ചർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അവിടെ സ്കൂളിൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുട്ടികൾക്കൊരു നോർമൽ കൗൺസിലിംഗ് ആയിട്ട് എല്ലാ പ്രശ്നം വയ്ക്കും. എന്നെ കണ്ടപ്പോൾ പറയായിരുന്നു, മോള് അവൾക്ക് 14 years ആണ്, പക്ഷേ ഒരു 41 years മെച്യൂരിറ്റി ആ കുട്ടിക്കുണ്ട്. എൻ്റെ അടുത്ത് പറയായിരുന്നു, അവൾ എന്താ മാം ആ കുട്ടി എങ്ങനെയാണ് അവൾ സംസാരിക്കുന്നത്, അവൾക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാം, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ. അപ്പം ഞാൻ സംസാരിക്കാറുണ്ട് മോളോട്, ഞങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഷീ ഈസ് വെരി മെച്യൂർഡ് ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. ആസ് എ മോം എൻ്റെ മോളിന്ന് വളരെ മെച്യൂർഡാണ്. അവളുടെ അടുത്ത് ആരെങ്കിലും കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഷീ നോസ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. അപ്പം അത് ഞാൻ വലിയ കാര്യമായിട്ട് പറയല്ല, പക്ഷേ ആ ഒരു കേപ്പബിലിറ്റി ഓരോ കുട്ടികൾക്കും ഉണ്ടാവേണ്ടത് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എനിക്ക് റെസ്പെക്റ്റ് കിട്ടാത്ത ഒരു സ്ഥലത്ത് നിന്ന് എണീറ്റ് നടക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? ആ ഒരു നമുക്കെന്ന് വെച്ചാൽ റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങുന്നൊരു കാര്യമല്ല, നമുക്ക് ചോദിച്ചു വാങ്ങിയാൽ കിട്ടത്തില്ല. അത് പെരുമാറ്റത്തിലും ഉണ്ടാവണം, ഭാഷയിലും ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. പക്ഷേ ഞാൻ പറയുന്നത് അൺനെസസറി ആയിട്ട് നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് വാങ്ങാതിരിക്കുക. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എണീച്ച് നടക്കാനുള്ളൊരു കഴിവ് അത് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവണം. സോ ഇത് ഓരോ സ്ത്രീയും ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കുക. പിന്നെ നമ്മളിന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഓരോ വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളാണ്. അതും ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയാണ് അല്ലേ? വിവാഹം കഴിഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചിട്ട് അച്ഛൻ എനിക്ക് എൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ മോള് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ ആ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ടത് നാളെ അവള് ജീവിച്ചിരുന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ല. അതെ, നാട്ടുകാരൊക്കെ സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും, പക്ഷെ അതിന് മുന്നേ വരെ ആരും കൂടെ ഉണ്ടാവണമെന്നില്ല. ആ കുട്ടി അനുഭവിച്ച് കടന്നു പോകുന്ന ആ വലിയ വലിയ കാര്യങ്ങൾ അവൾക്ക് പറയാനായിട്ട് അന്ന് അവളുടെ പേരൻസ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അവർ കേൾക്കാൻ തയ്യാറാവണം. ആ സമയത്ത് മോളെ നിനക്ക് എന്നും നിന്റെ കയറി വരാൻ നിനക്കൊരു വീടുണ്ട് ഇവിടെ, കം ബാക്ക്, ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയാനുള്ള ധൈര്യം ഓരോ അച്ഛനമ്മമാർ കാണിക്കണം. അതുപോലെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മെനപ്പോസൽ ടൈമൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ആണ്. എന്തുകൊണ്ടാണ് 40+ കഴിയുന്ന സ്ത്രീകളുടെ പെട്ടെന്ന് അവർക്ക് ഒരു ക്യാരക്ടർ ചേഞ്ചും മറ്റു കാര്യങ്ങളും ഉണ്ടാവുന്നത്? അത് കാര്യം അവരുടെ ഒരു മെനപ്പോസൽ ടൈം എത്തുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ബോഡി ഫുൾ ഹീറ്റാണ്, ചൂടാണ് അവർക്ക്. ആ ചൂട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് വേറെ എവിടെ പോവുക, വീട്ടിൽ ചില ഭർത്താവിനോടായിരിക്കും, മക്കളോടായിരിക്കും കൂടുതൽ ദേഷ്യപ്പെടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡ് അല്ലേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഒക്കെ അല്ലെങ്കിൽ വൈഫിന് ഈ ഒരു ഘട്ടത്തിലൂടെയാണ് അവൾ കടന്നു പോകാൻ പോകുന്നത്. ആഫ്റ്റർ 40 ഇതൊരു വല്ലാത്തൊരു ഘട്ടമാണ്, ഒരു 50-50s കടക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവളെ തിരിച്ചറിയാം അല്ലെങ്കിൽ മനസ്സിലാക്കുക, അവളെ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ് എന്ന് ഓരോ പുരുഷനും അവിടെ മനസ്സിലാക്കുക. അപ്പം സ്ത്രീകളുടെ ലൈഫിൽ പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിലും വളരെ പ്രയാസകരം തന്നെയാണ്. പക്ഷേ എന്ന് എഴുതിയിട്ട് അവൾക്ക് പവർ ഇല്ലാഞ്ഞിട്ടല്ല, അവൾ ആ പവറിനെ കാണാതിരിക്കുന്നതാണ്. വൈ? ബിക്കോസ് ഓക്കെ, ഞാനിപ്പോൾ ഒരു പവർ എടുത്തേണ്ട, നാളെ ആൾക്കാർ എന്നെ അങ്ങനെ പറയും, ഇങ്ങനെ പറയും, നാളെ സൊസൈറ്റി എന്നെ മോശം പറയും, എൻ്റെ മക്കളെ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും, എൻ്റെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ആ സ്വന്തമായിട്ട് ആ പവറിനെ അടച്ചു കളയുന്നതാണ്. പക്ഷെ അങ്ങനെ ആവശ്യമില്ല. ആ ഒരു സ്വന്തം ഉള്ളിലിരിക്കുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് ജസ്റ്റ് കം ഫോർവേഡ്, അത്രേ ഉള്ളൂ. എനിക്കിതാണ് ഓരോരുത്തരോടും പറയാനുള്ളത്. എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാറുണ്ട്, ആ ഇന്നർ ശക്തി, ഞാൻ ഇന്നർ ശക്തി ഹീലിംഗ് എന്നൊരു സാധനം ഫെബ്രുവരി ഞാൻ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നർ ശക്തി, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്ത്രീകളും ഇത് അറിഞ്ഞിരിക്കണം. ആരുടെ വാലിഡേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ജീവിക്കാൻ പറ്റും. ആ ഒരു പവർ സ്ത്രീകൾക്കുണ്ട്. ഫെമിനിസം അല്ല ഞാനീ പറയുന്നത്. പുരുഷന്മാരുടെ സപ്പോർട്ടോടും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം ഇതെല്ലാം ആവശ്യമാണ്.
അത് കിട്ടാത്തടത്ത് നൂന്ന് നിൽക്കാൻ പഠിച്ചേ പറ്റുള്ളൂ. You have to stand yourself. Yeah. ചിലപ്പോഴെങ്കിലും. Okay, fine. ഇപ്പോൾ ആക്ച്വലി യു ഓപ്പൺലി സ്പോക്ക് അബൌട്ട് യുവർ ലൈഫ്, യുവർ സ്ട്രഗിൾസ്, എസ്പെഷ്യലി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ എങ്ങനെ ആ ഒരു സമയത്ത് മാനേജ് ചെയ്തത്? കാരണം ആ സമയത്ത് താങ്കൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഇത്രയും അറിവുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ ഹൗ ഡിഡ് യു മാനേജ്? എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഒരു ഫേസ് കടന്നു പോകാനായിട്ട്? ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ കൂടെ പറഞ്ഞാൽ ഞാൻ തകർന്നു പോകുന്നു, അത്രയും മാത്രം ഇറ്റ് വാസ് വെരി പക്ഷേ ഇന്ന് ഐ എം വെരി സ്ട്രോങ്, ഐ നോ വാട്ട് ഇറ്റ് ഇസ്. പക്ഷേ ആ ഓരോ ദിവസങ്ങൾ കടന്നു പോയത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഇനി എണീക്കില്ല എന്നാണ് വിചാരിച്ചത്. എൻ്റെ അടുത്ത് ഞാൻ ഇനി ഒരിക്കലും പുറം ലോകം കാണില്ല. ലൈറ്റ് വെട്ടം എൻ്റെ ജീവിതത്തിൽ, കാരണം എനിക്ക് എപ്പോഴും ജനലൊക്കെ അടച്ചിടുന്നതായിരുന്നു. എനിക്ക് ഈ ലൈറ്റ് പ്രകാശം കയറി വരുന്ന പോലും കാണാൻ പറ്റില്ലായിരുന്നു. അത് മാനസിക അസുഖമല്ല, അത് നമ്മുടെ ഡിപ്രഷൻ്റെ ഒരു വളരെ മോശം അവസ്ഥയിലേക്ക് പോയി ഞാൻ. കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ അവനെ ഒന്നും ചെയ്യില്ല, എനിക്ക് അവനെ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഐ ഗെറ്റ് പാനിക്ഡ്, പേടിയാവും എനിക്ക്. എന്നിട്ട് എന്നുവെച്ചാൽ വളരെ ഡിപ്രഷൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്നോട്, ഹീസ് എ ഡോക്ടർ. ഞാൻ എങ്ങനെ പുറത്ത് വന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മൈ ഹസ്ബൻഡ്. പിന്നെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഒരു സപ്പോർട്ടോടാണ് ഞാൻ പുറത്ത് വന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഓക്കെ നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ നോർമലായിട്ടല്ല ഇപ്പോൾ സംസാരിക്കണം, പെരുമാറുന്നു ഒക്കെ. അപ്പം പുള്ളി രാവിലെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവിടെ ഹമദിലായിരുന്നു, പുള്ളി ഇപ്പോൾ സിദ്രയിലായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം വരുമ്പോഴും എന്നോട്, ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും. രാവിലെ പുള്ളി പോയത് എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം എൻ്റെ അടുത്തേക്ക് നീ ഇതുവരെ ഒന്നും ചെയ്തില്ലേ, കുറിച്ചില്ലേ, ആണെങ്കിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ, അപ്പം നിനക്ക് എന്തോ പ്രശ്നമോ സംതിങ് ഇസ് എന്താ. അപ്പം ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കരയാൻ മാത്രമേ അറിയുള്ളൂ. റീസൺ എൻ്റെ ഉള്ളിൽ എന്തോ ഭയങ്കര ദുഃഖമുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എന്തിനാണ് നീ കരയണമെന്ന് ചോദിച്ചാൽ കൂടെ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറൊക്കെ ഇങ്ങനെ നനയും, അത്രയും ഇങ്ങനെ കരയാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു സൈക്കോളജിസ്റ്റിനെ കാണ്. ഓക്കെ, അപ്പോൾ അവിടെ UK നിന്ന് വന്നൊരു സാറ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, മേ ബി നിനക്ക് എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഗോ ആൻഡ് ടോക്ക് ടു എ തേർഡ് പേഴ്സൺ, മേ ബി ദാറ്റ് വിൽ ഹെൽപ്പ്. അങ്ങനെ ഞാൻ പുള്ളിക്കാരോട് പോയിട്ട് സംസാരിക്കുമ്പോൾ ഐ റിമെമ്പർ ടെല്ലിങ് ഹർ, എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു. ഐ ടോൾഡ് ഹർ, ഇറ്റ് എൻഡ്സ് ഹിയർ, ഐ ഡോണ്ട് സീ എനി ലൈറ്റ് ഇൻ മൈ ലൈഫ്. മുന്നോട്ട് എനിക്ക് ജീവിക്കാൻ ഐ ലവ് മൈ കിഡ്സ്, ഐ ലവ് മൈ ഹസ്ബൻഡ്, ഐ ലവ് മൈ ലൈഫ്, ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു ലിവ്. എനിക്കൊരു പ്രതീക്ഷയില്ല. ഇങ്ങനെയാണ് ഞാൻ അവരോട് പറയണത്, ഞാൻ അവിടെ വീണ് കിടന്ന് കരയണതൊക്കെ. അപ്പോൾ അവരെൻ്റെ കൈയൊക്കെ പിടിച്ച് കുറച്ച് നേരം സമാധാനിപ്പിച്ചിട്ടൊക്കെ ഹസ്ബൻഡ് ഒരു മെയിൽ അയച്ചു. പുള്ളിക്കാരി പറഞ്ഞു, ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ മമ്മിയായിട്ട് ഞാൻ നല്ല അടുപ്പത്തിലാണ്. അപ്പം കൊറോണ സമയത്തായിരുന്നു ഡെലിവറി. അപ്പം മമ്മിക്ക് അങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് മമ്മിക്ക് ഒരു സർജറി മാറ്റുമൊക്കെ ആയിട്ട് നാട്ടിൽ സ്റ്റക്കായി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരുവിധപ്പെട്ട സ്ത്രീകൾക്കൊക്കെ വരുന്നതാണ്. അത് ഒരു 4 ആഴ്ചയിലൊക്കെ ഹീലാവേണ്ടതാണ്, ഒരു 4 വീക്സിലൊക്കെ. എനിക്ക് എന്തുകൊണ്ടോ അത് കുറച്ച് ലാസ്റ്റിംഗ് ആയി. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാണ്ട് ഇരുന്നിരുന്ന് അത് വളരെ വേഴ്സായി. അപ്പോൾ പിന്നെ ഹസ്ബൻഡിന് മെയിൽ അയച്ചു. പുള്ളിക്കാരി പറഞ്ഞു, ഇതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നൊരു അവസ്ഥയിലേക്ക് പുള്ളിക്കാരി എത്തിയിട്ടുണ്ട്, ഷീ നീഡ്സ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിലെങ്കിലും മെഡിക്കേഷൻ എടുക്കേണ്ടി വന്നില്ല. നാട്ടിൽ വന്നു, സാഗർ കൗൺസിലിംഗ് ചെയ്തു. പിന്നെ സാഗർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹമാണ് പിന്നെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എനിക്ക് ഭയമായിരുന്നു, എന്തിനൊക്കെയോ മേ ബി കൊറോണയായിട്ട് ആരെയും കാണുന്നില്ല, ഗസ്റ്റുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്നില്ല. ഐ വാസ് എ വെരി ആക്റ്റീവ് പേഴ്സൺ, റൈറ്റ്? പെട്ടെന്ന് എല്ലാം അങ്ങ് സ്റ്റക്കായില്ലേ. പിന്നെ സ്കൂൾ അടച്ചു, സ്വസ്തി ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൽ കുട്ടികൾ വരുന്നില്ല, എല്ലാം ഓൺലൈനായി. ലൈഫിൽ ഒന്നും ആക്റ്റീവായിട്ട് നടക്കുന്നില്ലല്ലോ. അപ്പം മേ ബി നമ്മളെപ്പോലെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും ലൈഫിലെല്ലാം സ്റ്റക്കായപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. എല്ലാം അങ്ങ് നിന്ന് പോയി. അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു ന്യൂ ബോൺ കുഞ്ഞും കൂടി കയ്യിൽ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉള്ളിലെ പേടിയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുന്നോട്ടൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു പേടി വന്ന പോലെ ആയിപ്പോയി. മേ ബി എന്തെങ്കിലും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയുടെ എന്തെങ്കിലും ആയിരുന്നിരിക്കാം. അത് പിന്നെ ഞാൻ പ്രാണിക് ഹീലിംഗ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തോ ഒരു എൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിൽ വന്ന എന്തെങ്കിലും ഒരു സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. അതാണ് പിന്നെ ഡെവലപ്പ് ആയിരുന്നിരിക്കാം. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഫെമിനിസം അല്ല പറയുന്നത്, ഞാൻ ലൈക്ക് വി ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈക്വാലിറ്റി എന്നുള്ളതാണ്. സോ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മെൻ ആൻഡ് വിമൻ. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു പുരുഷൻ ജോലി ചെയ്യുന്നു, അയാൾക്ക് 2-3 മക്കൾ ഉണ്ടാകുമ്പോഴും അയാൾ ജോലി ചെയ്യുന്നു, നോബഡി ഈസ് ക്വസ്റ്റ്യനിങ് ഹിം. അതേ ഒരു ഓപ്പർച്യൂണിറ്റിയും അതേ ഒരു ഇതും തന്നെ ഒരു പെൺകുട്ടിക്കും വേണം എന്നുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഫെമിനിസം മീൻസ് ടു മീ. സോ are you a feminist? How do you see this? ഈ ഒരു ആശയം എങ്ങനെ കാണുന്നു? No. This the thing is,
ഇക്വാലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഫെമിനിസം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ ചിന്തിക്കുന്നുണ്ടൊക്കെ എനിക്ക് ആരുടെ സപ്പോർട്ട് ഇല്ലാണ്ടും ജീവിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? മനുഷ്യന്മാർക്ക് അങ്ങനെ പറ്റില്ല. മനുഷ്യനായിട്ട് കണക്കാക്കുക. അതാണായാലും പെണ്ണായാലും അതെ, മനുഷ്യരാണെന്ന് ചിന്തിക്കുക. അതൊരു പുരുഷനാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ അവനെക്കാട്ടി മുകളിൽ നിന്ന് കാണിച്ചു കൊടുക്കുക, എനിക്ക് അവൻ്റെ സപ്പോർട്ട് വേണ്ട. അല്ല, നമ്മൾക്ക് ഇത് കാരണം ഇതൊരു ഒരു കോ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് എങ്ങനെയായാലും ഇപ്പം ശരി വീട് വിട്ട് ഇറങ്ങി നാളൊരു ഒറ്റയ്ക്കൊരു സോളോ ട്രാവൽ ചെയ്യുന്നു, ഫ്ലൈറ്റ് തന്നെ ഓടിക്കുമോ? ഇല്ലല്ലോ. ഫ്ലൈറ്റ് ഓടിക്കുന്നത് ചിലപ്പോൾ ഒരു പുരുഷനായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എടുക്കുന്ന ഒരു ഊബർ ഡ്രൈവർ. സോ ഈ ഒരു കോ എക്സിസ്റ്റൻസിനകത്ത് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ഒരു കാര്യം, ദിസ് ഇസ് മൈ ബേസിക് തിങ്. ഓക്കെ, നമ്മളെല്ലാവരെയും ബഹുമാനിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ അടുത്ത് ബഹുമാനം ഇല്ലാണ്ട് ഒരാൾ പെരുമാറുന്ന സമയത്ത് എണീച്ച് നടക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് ബഹുമാനം ഫസ്റ്റ് കൊടുക്കുക, എന്നിട്ട് കിട്ടിയില്ലെങ്കിലാണ് ഞാൻ ഇവിടെ എണീച്ച് നടക്കാൻ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് അത് ചെയ്യാനുള്ള ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോ വ്യക്തികളെയും ബഹുമാനിക്കാൻ പഠിക്കുക, അത് നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിച്ചു വരേണ്ട ഒരു കാര്യമാണ്. അവിടെ എനിക്ക് ആരുടെ ആവശ്യമില്ല, അഹങ്കാരം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തുമോ? നമുക്ക് ഒരിടത്തും എത്താൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അഹങ്കാരം കാണിച്ച് പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഘട്ടത്തിലെങ്കിലും അവർക്കൊരു ലെസൺ കിട്ടും. നോ, ദിസ് ഇസ് നോട്ട് ഇറ്റ് ഇസ് എന്നുള്ളൊരു ലെസൺ അവർക്ക് എവിടെയെങ്കിലും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഭർത്താവും ഭാര്യയുടെയും ഒരു കുടുംബജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഭാര്യ വീട്ടിലെടുക്കുന്ന ജോലികൾക്ക് പല ഭർത്താക്കന്മാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ വീട്ടിൽ എന്തോ നീ എടുക്കുന്നേ, വീട്ടിലെന്തോ ചെയ്യുന്നേ, നിനക്ക് വീട്ടുപണിയല്ലേ? ഞാൻ അങ്ങനെയല്ലല്ലോ, രാവിലെ പോയിട്ട് ഓഫീസിൽ പോയിട്ട് ഇത്രയും പണിയൊക്കെ ചെയ്തിട്ട് വരുന്ന കഴിയുമ്പോഴേക്കും ആസ് ഇഫ് ഹി ഈസ് ഡൂയിങ് സംതിങ്, ഭയങ്കര ഒരു സംഭവം. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആ സ്ത്രീ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു, ഞാനിവിടെ വേറൊന്നുമായിട്ട് പറയല്ല, അദ്ദേഹം ചെയ്യുന്ന വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം രാവിലെ പോകുന്നു, ഓഫീസിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു, ഒരുപാട് ടെൻഷൻസ് ഉള്ള മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, എൻഡ് ഓഫ് ദി മന്ത് ഒരു സാലറി കൊണ്ടുവരുന്നു, ബ്രെഡ് ആൻഡ് ബട്ടർ കൊടുക്കുന്നു വീട്ടിന്. കറക്റ്റ്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന വലിയ കാര്യം, ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ജോലികൾക്ക് അവൾക്ക് ആരെങ്കിലും സാലറി കൊടുക്കുന്നുണ്ടോ? മറ്റേ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഓക്കെ എനിക്കൊരു ഹൈപ്പ് ഉണ്ട് കിട്ടും, എനിക്കൊരു ചിലപ്പോൾ ഒരു പ്രൊമോഷന് സാധ്യതയുണ്ട്, നമ്മൾക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം, ഓക്കെ ലൈഫ് എനിക്ക് ഈ ജോലിയിൽ മേ ബി അടുത്ത വർഷം എനിക്കൊരു ഹൈപ്പിനൊരു സാധ്യത ഉണ്ട്, സോ ഐ കൻ ഡു അവിടെ എന്തോ ഒരു പ്രതീക്ഷയല്ലേ നമ്മളെ കൊണ്ട് മുന്നോട്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. വീട്ടിലിരിക്കുന്ന സ്ത്രീക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഒരേ റൂട്ടീനല്ലേ. രാവിലെ അദ്ദേഹത്തിനുള്ള വേണ്ടെല്ലാം ഉണ്ടാക്കി കൊടുത്തു വിടുക, മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു വിടുക, ഉച്ചയ്ക്ക് ഉണ്ടാക്കുക, രാത്രി ഉണ്ടാക്കുക, വീട് വൃത്തിയാക്കി ഇടുക. ഇതിനപ്പുറം ഇവൾക്ക് ഇതിനൊരു ഹൈപ്പ് ഉണ്ടോ ഈ ജോലിക്കൊരു? അല്ലെങ്കിൽ ആരെങ്കിലും അവൾക്കൊരു പ്രൊമോഷൻ കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ അവൾക്കൊരു സാലറി എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ, പ്രതീക്ഷയില്ലാണ്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ആകെ ആവശ്യമുള്ള എന്താണ്? അവൾക്കൊരു ഓക്കെ ഇന്നത്തെ കറി നന്നായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിമെന്റ് മതിയാവും. കൺസിഡറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കൺസിഡറേഷൻ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കൺസിഡർ ചെയ്യുക, അവളുടെ ഹാർഡ് വർക്കിനെ കൺസിഡർ ചെയ്യുന്നതാണല്ലോ ഈ ഒരു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ആ 4C ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കമ്മ്യൂണിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ്, ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് വരുന്നതാണ് ഈ ഒരു അവൾ ചെയ്യുന്ന ആ ഒരു ചെറിയ കാര്യത്തിന് അപ്രീഷിയേറ്റ് ഒക്കെ. ഇന്ന് ഇവിടുത്തെ സാരി നന്നായിട്ടുണ്ട്, ചിലപ്പോൾ ഇല്ലായിരിക്കാം, ബട്ട് ജസ്റ്റ് സേ ഇറ്റ്, നോ ഇറ്റ്സ് ഓക്കെ. അത് അവൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഇന്ന് ഞാൻ നന്നായിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഒരു വീട്ടു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാനായിട്ട്. അത്രയും പോലും ചെയ്യാത്ത ആൾക്കാർ, നീ എന്നൊക്കെ എന്താ ഇവിടെ ജോലി, നീ ഇത്രയും അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് തിങ്ക് അബൌട്ട് ഹെർ മെൻ്റൽ സ്റ്റേറ്റ്. വൈ ആം ഐ വർക്കിംഗ് എവറി ഡേ? എല്ലാ ദിവസവും ഞാൻ ഒരേ ജോലി ചെയ്യുന്നു, എനിക്കൊരു കോംപ്ലിമെൻ്റ് ഇല്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല, എൻ്റെ മക്കൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ഒന്നുമില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന സ്ത്രീക്ക് എങ്ങനെ ഭ്രാന്ത് വരാണ്ടിരിക്കും? ഒരവസ്ഥ എത്തുമ്പോൾ ആ പ്രശ്നങ്ങളാണ്. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരമല്ലേ, ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുക, അവളൊന്ന് മനസ്സിലാക്കുക, സന്തോഷമായിട്ട് അവളോട് 2 വാക്ക് സംസാരിക്കുക. ജോലി കഴിഞ്ഞ് വരുന്ന പുരുഷൻ ഒരു മണിക്കൂറെങ്കിലും വൈഫുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക, പോട്ടെ ഒരു 10 മിനിറ്റ് എങ്കിലും, ഹൗ വാസ് യുവർ ഡേ, ഓക്കെ ഇന്ന് നീ എന്തൊക്കെ ചെയ്തു എന്നത് സംസാരിക്കുക. തിരിച്ച് അദ്ദേഹത്തിനോടും അങ്ങോട്ട് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുക. ഇത് ഫാമിലി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉണ്ടാവുമോ? വെറുതെ ഒരു കുടുംബമാവോ? ഇന്നിപ്പോൾ പലതും കുടുംബം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പുറമേ ഉള്ളതേ ഉള്ളൂ, ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പൊള്ളയാണ്. ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഞാൻ ഈ പറയുന്നവർ എങ്ങനെ എടുക്കും എനിക്കത് സത്യം ഞാൻ ഈ പറയുന്നത്. നമ്മളിന്ന് വെളി കാണുന്ന വലിയ സന്തോഷങ്ങളൊന്നും അവരുടെ വീടിനകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇല്ല. എല്ലാവരും അഭിനയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ എടുത്ത് മാറി മാറിയിരിക്കണു, മക്കളുടേതായ കാര്യങ്ങൾക്ക് നോക്കുന്നു. ഈ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ഈ വലിയ ബഹളമൊന്നും അവരുടെ വീട്ടിനകത്ത് വളരെ അന്നത്തെ ഫോണാണ്. ആ സമയത്ത് കൂടെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോരോ ഫോൺ ഉണ്ടാവും. ദർ ഇസ് നോ കോൺവെർസേഷൻ, ദർ ഇസ് നോ എന്താ പറയുന്നത്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ്. ഇതെല്ലാം അവോയ്ഡ് ചെയ്യണമെങ്കിൽ
കമ്മ്യൂണിക്കേഷൻ എന്നൊരു ചെറിയ സാധനമല്ല, എന്ന് വെച്ചാൽ അടിയിടാനല്ല പറയുന്നത്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ചുമ്മാ പലവ്യഞ്ജനത്തിൻ്റെ വീട്ടുകഥകൾ മാത്രമല്ല. ഓക്കെ, നല്ല ഓഫീസിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു, അപ്പോൾ ഓഫീസിലെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ അവൾക്ക് ചോദിക്കാനുണ്ടാവും അതിൻ്റെ അപ്ഡേറ്റ് എന്താ, ഇന്നലെ പറഞ്ഞതിൻ്റെ മറ്റേ കാര്യം എന്താ. അപ്പോൾ അവിടെ കോൺവെർസേഷൻ ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്താലേ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ദ കോൺവെർസേഷൻ. കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, കുട്ടികൾ കണ്ടു വളരണം. അച്ഛനമ്മമാർ സന്തോഷമായിട്ട് സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കാര്യം കണ്ട്, അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ ഒരു കോൺസെപ്റ്റേ ഇല്ലാണ്ട് പോകും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പോലും അവർക്ക് ഇല്ലാണ്ട് പോകും. ഫോണാണ് എല്ലാം, ഇങ്ങനെയായി മാറും. മനസ്സിലായില്ലേ? സോ ഇത് കുട്ടികളുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്താണ് ശരിക്കും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ദിസ് ഇസ് നൈസ് എന്ന് പറയുന്നത് മക്കൾ കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ പോയി ഭാവിയിൽ അത് ചെയ്യുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആൺകുട്ടികളോട് നമ്മൾ എന്താ പറയുന്നത്, ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മക്കളെ അതൊരു പെൺകുട്ടിയാണ്, ഓക്കെ, ആ കുട്ടിക്ക് അവൾക്ക് എന്തെങ്കിലും കാര്യം വരുമ്പോൾ മോനവനെ അവളെ സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. മനസ്സിലായില്ല? ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഡിഫറെൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് ആ ഒരു കാര്യം വരുന്ന സമയത്ത്, ഇപ്പോൾ ഒരു രാത്രി ഒരു പെൺകുട്ടി ഓടി വരുന്ന കണ്ടാൽ തടഞ്ഞു നിർത്തി അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പയ്യനെ പാകപ്പെടുത്തേണ്ടത് വീട്ടിലിരിക്കുന്നവരുടെ തന്നെ ചുമതലയല്ലേ? അപ്പോൾ ആ ഓടി വരുന്നവൻ്റെ കൂടെ ചേർന്ന് ആ കുട്ടിയെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, അത് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് അത് ഓരോ പേരൻസും എന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ദീസ് ഓൾ വിൽ കം ഓൺലി ത്രൂ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞു കൊടുത്താലേ കുട്ടികൾക്ക് അറിയാം. ഇനിയുള്ള ജനറേഷനിലെ കുട്ടികൾ ഇതൊക്കെ എവിടെ നോക്കി പഠിക്കണം? അവർക്ക് എവിടെ നിന്ന് ഇത് കിട്ടേണ്ടത്? ഇന്റർനെറ്റ് നല്ലതാണോ അവർക്ക് പറഞ്ഞു കൊടുക്കണേ? അല്ല. നമ്മൾ കാണുന്ന പല മൂവീസിൽ ഇന്ന് ഭയങ്കര നല്ല മെസ്സേജസ് ആണോ ഉള്ളത്? അല്ല. നമ്മൾ കാണുന്ന ഈ ഹെവി വയലൻസിലൂടെ ഇവർക്ക് എന്ത് നല്ല കാര്യമാണ് കിട്ടേണ്ടത്? പേരൻസ് പറഞ്ഞു കൊടുത്താലല്ലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. സോ ടീച്ച് ദം ഗുഡ് തിങ്സ്. അത് നമ്മുടെ വാക്കുകളിലൂടെ തന്നെ വരട്ടെ. എന്നിട്ട് കുട്ടികൾ, ഇനിയുള്ള ഭാവിയിലെ കുട്ടികൾ അവർ കേപ്പബിളായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ, വളരെ ഒരു വിസ്ഡമുള്ള കുട്ടികളായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ, അതിന് പേരൻസ് മുൻകൈ എടുത്ത് സമയം കണ്ടെത്തി അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയോട് ഇറ്റ്സ് ഓക്കെ ടു ക്രൈ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലേ? അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇമോഷണൽ റിലീസ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് ഇന്ന് അതുകൊണ്ടല്ലേ വീടുകളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയിട്ട് ഇവർ പറയണ്ടേ? കൂടുതലും കാരണം അവർ അങ്ങനെയാണ് വളർന്നിരിക്കുന്നത്. പാരന്റ്സും അവരുടെ പിയേഴ്സും ഒക്കെ അവർ അങ്ങനെയാണ് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്, അല്ലേ? കരഞ്ഞാൽ പ്രശ്നമില്ല എന്നൊരു ആൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നില്ല മെജോറിറ്റി ഓഫ് ആൺകുട്ടികൾക്ക് ഒന്നും അറിയാമെന്നുള്ളത്. അതെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്രൈ ആക്ച്വലി. പ്രശ്നമില്ല എന്നുള്ളതല്ല, കരയണം, റിലീസ് ചെയ്യണം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ എന്ത് ഇമോഷണൽ റിലീസ് ഇറ്റ്സ് സെയിം ഫോർ എവറിബഡി. ബിക്കോസ് യു ആർ എ ബോയ് യു ഷുഡ് നോട്ട് ക്രൈ എന്ന് പറയുന്നത് എവിടെ തന്നെ ന്യായമാണ്? അത് അമ്മമാരും അച്ഛന്മാരും, ഞാനിതിൽ ഏറ്റവും കൂടുതൽ അമ്മ എടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ അമ്മയ്ക്കാണ് പേരൻറ്റിങ്. ഇപ്പം അച്ഛന്മാർ വളരെ തിരക്കിലായിരിക്കും. ഇപ്പം അമ്മ ജോലിയുള്ളൊരു അമ്മയാണെങ്കിലും കൂടി അമ്മയ്ക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് മക്കളുടെ കാര്യത്തിൽ. ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അമ്മയ്ക്ക് മാറി നിൽക്കാനേ പറ്റില്ല. So it is her responsibility to tell your child that, okay, Mone, what is your problem? Is something bothering you? Just release it. Emotionally ഇതിന് കരയണോ? അയ്യോ ആൺകുട്ടികൾ കരയില്ല അങ്ങനെയല്ല. ഇറ്റ്സ് ഓക്കെ, മക്കൾ കരഞ്ഞോ, മോന് കരയണോ, മക്കൾ കരഞ്ഞോ, അത് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ അപ്പോഴേ ആ കുട്ടിക്ക് വലുതാവുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പം എൻ്റെ മുന്നിൽ ഒരു കപ്പിൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിയോട്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വൈഫിനോട് പറഞ്ഞ് യു വോണ്ട് ടു ക്രൈ അപ്പൊ സോറി പറയേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ കരയൂ, നിങ്ങൾ സോറി പറയൂ, പറഞ്ഞിട്ട് ക്രൈ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. ആ ഒരു 2 ടീയർ വരട്ടെ, ആ ഒരു ഈഗോ അവിടെ ബേസ്റ്റ് ഔട്ട് ആയി പോട്ടെ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹി ഡിഡ് ദാറ്റ്. ആൻഡ് 2 ആഴ്ച കഴിഞ്ഞ് ദേ കെയിം ടു മീ ആൻഡ് എന്നോട് ഇത്ര താങ്ക് യു പറഞ്ഞിട്ടാണ് പോയത്. കാരണം ആ റിലേഷൻഷിപ്പ് അവിടെ ബ്ലോസമായി. അയാളുടെ ഈഗോ അല്ലേ ഇത്രയും നാളും അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്. ആ 2 ടീയേഴ്സ് പുറത്ത് വന്നപ്പോൾ ആ ഈഗോ പോയി ആൻഡ് ദേ ബിക്കേം വൺ. റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ആയി അവിടെ. മനസ്സിലായില്ലേ? അപ്പം ദീസ് തിങ്സ് ഇത് കുറേ ഉണ്ട്. ദിസ് ഒരു വലിയൊരു ടോപ്പിക്കാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ഡിപ്രഷനെ പറ്റി സംസാരിച്ചു, മാനിഫെസ്റ്റേഷൻ സംസാരിച്ചു, സ്ത്രീ പുരുഷൻ അവരുടെ ലൈഫ്, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് ഐ മസ്റ്റ് സേ ദിസ്, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡാൻസർ, അതിൻ്റെയൊക്കെ അപ്പുറത്ത് യു ആർ എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. ഐ ഷുഡ് സേ ദിസ്. കാരണം സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അത് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് എ
വണ്ടർഫുൾ കോൺവെർസേഷൻ ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ദ സെഷൻ. ഓ ഷുവർ. കാരണം ഞാൻ ഒരുപാട് നാൾ പുറത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ ഞാൻ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വരുന്നത്. സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കാരണം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തോട് പറയാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയണം. ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, സോ ദാറ്റ് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാം എന്ന് പറയണം എന്ന് ആഗ്രഹമുള്ള ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് ഇതൊരു വലിയ വേദിയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഇറ്റ് വാസ് ലവ്ലി.